അതിനകത്ത് ഈ പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കേസ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അത് ഡിസംബർ 27-ന് ആണൊരു സംഭവം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചെന്ന് ആ വിഷ്വൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ ഈ ഫെബ്രുവരി 11-ാം തീയതി അതിന്റെ മാനേജർ കൊണ്ടുകൊടുത്ത മൊഴിയെ അടിസ്ഥാനമാക്കി കേസെടുത്തിരിക്കുകയാണ്. 27-ന്റെ സംഭവത്തിന് ശേഷം അവർ കോടതിയിൽ പോയിരുന്നു. കോടതി ഒരു ഡയറക്ഷനും ഇല്ല, കേസെടുക്കാനോ അങ്ങനെയൊന്നും പോലീസിനോ ആർക്കും ഒരു ഡയറക്ഷൻ കൊടുത്തിട്ട് അവർ കേസ് ഫയൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു കോടതിയിലൊരു നിർദ്ദേശമോ ഒന്നും ഇല്ലാതിരിക്കെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ കേസെടുത്തതെന്ന് മനസ്സിലായിട്ടില്ല. ഇനി മുത്തൂറ്റ് മുതലാളിയുടെ അതാണ് പരാതി എന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സാധാരണ നിലയിൽ ഇത്തരമൊരു പബ്ലിക് സർവന്റ് എന്ന നിലയിൽ വരുന്ന ആളുകൾ, ഇപ്പൊ ഞാൻ MLA എന്ന നിലയ്ക്ക് തന്നെ വേണമെങ്കിൽ വിട്ടുകളയാൻ വേണമെങ്കിൽ, പക്ഷെ പൊതുമരാമത്ത് വകുപ്പിന്റെ എഞ്ചിനീയർക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ്. IPC 197 അനുസരിച്ച് ഇപ്പോൾ ന്യായസമിതി ആയപ്പോൾ 218 എനിക്ക് തോന്നുന്നു, നമ്പർ കൃത്യമായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അപ്പൊ അതനുസരിച്ചിട്ട് ഒരു പൊതു ചുമതല അല്ലെങ്കിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ചെല്ലുന്ന സമയത്തൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി കേസെടുക്കുന്ന മുമ്പ് ബന്ധപ്പെട്ട വകുപ്പ് വഴി ഗവൺമെന്റ് അഭിപ്രായം തേടണം. തേടുക എന്ന് മാത്രമല്ല അതിനകത്ത് പറയുന്നത് 120 ദിവസം വെയിറ്റ് ചെയ്യണമെന്നാണ്. ഇവർ അഭിപ്രായം ചോദിച്ചിട്ട് 120 ഡേയ്സ് വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് ഈ കാര്യത്തിൽ പാലിച്ചിട്ടില്ല. ഇനിയിപ്പോ MLA നിലയ്ക്ക് വേണം എന്നെ അങ്ങ് മാറ്റിയാലും പക്ഷേ ആ എഞ്ചിനീയർക്കെതിരായ കേസ് അദ്ദേഹം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിയതാണ്. ഞാനും അങ്ങനെ എത്തിയതാണ്. പക്ഷെ അങ്ങനെ എത്തിയൊരു സംഭവത്തെ മുൻനിർത്തി പോലീസ് കേസെടുക്കുമ്പോൾ നിയമത്തിൽ പറയുന്ന കാര്യം തന്നെ പാലിക്കാതെ കേസെടുത്തു ആലപ്പുഴയിലെ ഈ പോലീസ് എന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണ്. അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് നടപടി നീക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയം. അപ്പൊ അതിന് വിരുദ്ധമായൊരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതില് താഴത്തെ SHO ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിന്റെ മേലെ DYSP ഉണ്ട്, പോലീസ് ചീഫുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊന്നും എന്തുകൊണ്ടാണത് ശ്രദ്ധിക്കാതെ പോയെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും അവിടുത്തെ ആ വഴിയുമായി ബന്ധപ്പെട്ടതാണ് സംഭവം. അതില് അവരിപ്പോ അവിടെ റിസോർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് സെന്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഭൂമി ഇപ്പോഴും നിലമാണ്. ഈ ആളുകൾ തന്നെ കോടതി സബ്മിറ്റ് ചെയ്യപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയ പൊസഷൻ സർട്ടിഫിക്കറ്റിൽ ക്ലാസ് ഓഫ് ലാൻഡ് പറയുന്നത് നിലമാണ്. അപ്പൊ നിലമായൊരു സ്ഥലത്ത് അവർ നടത്തിയ നിർമ്മാണം ഏതൊക്കെ ഉണ്ടെങ്കിലും ഈ മതിൽ ഉൾപ്പെടെ ഏതുണ്ടെങ്കിലും അതെല്ലാം അനധികൃതമായ നിർമ്മാണമാണ്. കാര്യം നിലത്തിൽ നിർമ്മാണം അനുവദനീയമല്ല. അപ്പൊ അങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യം നടന്നിരിക്കുന്ന പ്ലോട്ടില് ഇങ്ങനെ ഒരു പോലീസ് നിലപാട് വരിക എന്നുള്ളത് തെറ്റായൊരു കാര്യമാണ്. ഞാൻ എന്തായാലും മറ്റു നിലയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പോലീസ് ഇപ്പൊ കേസെടുത്തേക്ക് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ് എന്റെ നിലപാട്. എന്തായാലും അങ്ങോട്ട് പോയി ജാമ്യം എടുക്കാൻ വേണ്ടി എന്തായാലും പോകുന്നില്ല. പോലീസ് എന്ത് മോട്ടീവ് വെച്ചാണോ കേസെടുത്തത് അതനുസരിച്ച് അറസ്റ്റ് ചെയ്യുക എന്ന നിലയിൽ ഞാൻ പബ്ലിക്കായി തന്നെ പോവാണ്. അറസ്റ്റ് ചെയ്യട്ടെ എന്ന നിലപാട് തന്നെയാണ് അക്കാര്യത്തിൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പിന്നെ മുത്തൂറ്റിന്റെ ഉടമകൾ അവരിപ്പോൾ ഓഡി കാറിലും AC റൂമിലും ആയിരിക്കും അവർ സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. ആ മാനേജ്മെന്റ് ഭാഗമായ അവരാരെങ്കിലും ഒരാൾ ഈ പറയപ്പെട്ട ഈ വഴിയിലൊന്ന് സഞ്ചരിക്കണം. ഒരു 10-60ഓളം വീട്ടുകാർക്ക് എന്താ പറയുക, തലമുറകളായി വഴി ഇല്ലാതെ, സഞ്ചാര വഴി ഇല്ലാതെ നിൽക്കുന്നൊരു സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച്, പൊതുമരാമത്ത് ഫണ്ട് ഉപയോഗിച്ച് 1,87,00,000 രൂപ മുടക്കി ആ നാട്ടുകാർക്ക് ഒരു വഴി ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളികളാണ് തലമുറകളായി ഇങ്ങനെ അവരൊരു ബൈക്ക് പോലും മര്യാദയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയാത്ത വിധത്തിൽ പ്രയാസപ്പെടുന്ന ഒരു ജനതയാണ്. ആ ജനതയ്ക്ക് വേണ്ടിയാണ് ഈ വഴി നിർമ്മിക്കുന്നത്. അവരൊന്ന് കാണണം. എനിക്ക് അഭിമാനമുണ്ട് കേസിൽ പ്രതിയായെന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഒരു പാവപ്പെട്ട മനുഷ്യരുടെ വഴിക്ക് വേണ്ടി ഒരു കേസിൽ പ്രതിയായി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത്. ഒരു കാരണവശാലും ആ വഴി നിർമ്മിക്കുക എന്ന കാര്യത്തിൽ പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. കേസിന്റെ വഴിക്ക് പോകട്ടെ. പോലീസ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പോലീസിന്റെ കാര്യം നടത്തട്ടെ. നമ്മുടെ മുന്നിലെ പ്രശ്നം ആ പാവങ്ങൾക്ക് വഴി കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാര്യം ഡിസംബർ 27-ന് ഉണ്ടായൊരു സംഭവത്തിൽ ഇനിയിപ്പോ സ്പോണ്ടേനിയസായി വേണം അന്നെടുക്കാം, അല്ലെങ്കിൽ എന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായം ചോദിക്കാം. ഇതെല്ലാം കോടതി കൊടുത്തിട്ടുണ്ട്. കോടതി ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ്മെന്റ് പോയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അന്നുണ്ടായ സംഭവത്തിന്റെ പേരിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരാൾ വന്ന് മൊഴി പറയുമ്പോൾ കേസെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? കേസെടുക്കാൻ വേണമെങ്കിൽ പക്ഷേ അങ്ങ് എടുത്തേക്കാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊരു തെറ്റായ ഒരു കാര്യമാണ്.
ഏതെങ്കിലും ഒരു ആരോപണമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അന്നുണ്ടാവാത്ത ഇത്രയും സമയത്ത് വ്യത്യാസം വന്നിട്ട് ആ പഴയ സംഭവത്തെ മുൻനിർത്തി ഒരാൾ മൊഴി പറയുമ്പോൾ കേസെടുത്തു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. ആ അസ്വാഭാവികം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയേണ്ടത് കേസെടുത്ത പോലീസ് ഓഫീസർമാരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് അവരാണ് പറയേണ്ടത്. സംസ്ഥാന പോലീസ് വകുപ്പിന്റെ നയത്തിന് വിരുദ്ധമായി ഇങ്ങനെ ആലപ്പുഴ പോലീസ് നടപടിക്രമം പാലിക്കാതെ ഒരു MLA-ക്കും പൊതുസേവകനുമെതിരെ നീങ്ങുമ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കും. നിശ്ചയമായിട്ടും പോലീസിന്റെ ഒരു രീതി നോക്കട്ടെ. നോക്കിയതിനു ശേഷം ആവശ്യമായ കാര്യം എന്തായാലും ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആ വഴി നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഏതാ സ്വാഭാവികമായിട്ടും പാർട്ടി പേഴ്സൺസ് ആയിട്ടുള്ള ആളുകൾക്ക് കേസുണ്ടായി കഴിഞ്ഞാൽ, അത് പബ്ലിക്കിന്റെ കാര്യത്തിന് മേലെ കേസുണ്ടായി കഴിഞ്ഞാൽ പാർട്ടി പിന്തുണയ്ക്കല്ലാതെ വേറെ എന്താ? അപ്പൊ അതിനകത്ത് തർക്കമൊന്നുള്ള കാര്യമല്ലല്ലോ. അത് പോലീസിന്റെ ഒരു രീതി എന്താണെന്നോ അവരെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ നിയമസഭയിലായിരുന്നു, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ എന്താണ് പോലീസിന് ചെയ്തതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അത് നോക്കിയതിനു ശേഷം ആവശ്യമായ കാര്യം എന്തായാലും ചെയ്യും. മറ്റു പാർട്ടിയുടെ വിഷയമാണ്. യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയോളം പിരിച്ചു. സമ്മാന കൂപ്പൺ വെച്ചിട്ട് പിരിച്ചു. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ പൈസയും കൊടുത്തിട്ടില്ല. പിന്നെ ഒപ്പം തന്നെ ഈ സമ്മാനത്തിന്റെ ഇതും കൊടുത്തിട്ടില്ല. അതിന് കാരണം ഈ KC ഗ്രൂപ്പിന്റെ ആളും രമേശ് ചെന്നിത്തല ഗ്രൂപ്പിന്റെ ആളും തമ്മിലുള്ള തർക്കമാണെന്ന് അറിയുന്നത്. ഇതിനകത്ത് ഈ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ ഇങ്ങനെയെല്ലാം പബ്ലിക്കിന്റെ ഫണ്ട് പിരിച്ചതിന് ശേഷം ഇത്തരം കാര്യം ചെയ്തിട്ട് ഇങ്ങനെ ഈ ഗ്രൂപ്പ് പറയുന്നത് ഈ കള്ളത്തരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. മോഷ്ടിച്ച കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ മാറ്റുമ്പോൾ ആ മോഷണത്തിനൊരു ലഘൂകരണം കിട്ടും. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇവർ ഈ വ്യാഖ്യാനം ചമച്ചുകൊണ്ട് വരുന്നത്. നാട്ടുകാരുടെ പൈസ ഏത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പിരിച്ചാലും അത് കൃത്യമായി പറയുന്ന പോലെ വിനിയോഗിക്കുന്ന ശീലം അവർക്കില്ല. കോൺഗ്രസിന്റെ ഒരു കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഈ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ നിന്നോ അങ്ങനെ അതിനകത്ത് അപ്പുറം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അത് ശരിയായി ജനാധിപത്യപരമായി നമ്മുടെ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഇത്തരം കാര്യം ചെയ്താലും ജനങ്ങളോട് പറയുന്ന കാര്യം പാലിക്കുക എന്ന കാര്യം ഏറ്റവും പ്രധാനമായി പാലിക്കേണ്ടതാണ്. അത് കോൺഗ്രസ് പാലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ല. അതിന്റെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെ തന്നെ പോവുള്ളൂ.